നമ്മൾ ഇന്നൊരു നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു കുഞ്ഞൊരു അനുഭവം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ സൈഡിൽ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നമ്മൾ ഉദ്ദേശിച്ചത് നല്ല കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ ഫേസ്ബുക്ക് ഞങ്ങൾ മാത്രമല്ല ഓൾമോസ്റ്റ് ആളുകളെല്ലാം ഫേസ് ചെയ്തിട്ടുള്ളത്. അതെ അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മള് ന്യൂസിലാണെങ്കിലും നമ്മൾ TV വെച്ചാലും കാണുന്ന ആക്സിഡന്റ്സിന്റെ കാര്യങ്ങൾ, അത് നാളെ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഒക്കെ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്, നഷ്ടമാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അവയർനെസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എല്ലാവർക്കും ആക്സിഡൻസ് ഒക്കെ ഒന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് വീക്ക് നാട്ടിൽ നിന്ന്, അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ എറണാകുളത്തേക്ക് വരുമ്പോണ്ടായ സംഭവമാണ്. അത് ഇതിനു മുമ്പ് ഒരുപാട് വട്ടം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് എന്തോ ബൈ ചാൻസ് ചില 1-2 പോർഷൻസ് ആയിട്ട് ഞങ്ങൾ ആഡ് ചെയ്തത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഒല്ലൂർ റോഡിൽ ഓടുന്ന ബസ്സാണ് അല്ലെ? നമ്മുടെ അതായത് ബൈപ്പാസിലേക്ക് കടക്കുന്ന അവിടെ ഉണ്ടായുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഈ ബസ് എന്ന് പറയുന്ന സമയത്ത് ഇവര് ഓൾമോസ്റ്റ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഈ ജൂബിലി മെഷീൻ റോഡ് നമ്മൾ തിരിഞ്ഞ് തൊട്ടിട്ട് ഈ ബസ് നമ്മുടെ ബാക്കിലുണ്ടായിരുന്നു. ഹോൺ അടിച്ച് അങ്ങനെ അവരാണെങ്കിൽ ബസ് ഓടിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ധൃതി, വേറൊന്നല്ല, മുമ്പിൽ വേറൊരു ബസ് പോകണ്ട. അപ്പൊ മരണം എപ്പോഴും കാണിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലാണല്ലോ അവരെ ഒരുപാട് പേരെ ബസ്സിൽ കയറ്റാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇപ്പൊ കണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 2 ബസ്സുകൾ, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ്, അവര് തമ്മിലൊരു മത്സരമാണ്. എത്ര പാസഞ്ചേഴ്സിന് എത്ര കയറ്റാൻ പറ്റുന്നോ അത്രയും കയറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് KSRTC-കാരുടെ വിചാരം അവരാണ് എന്താ പറയാ ഈ ഭൂലോകം മൊത്തം കയ്യിലെടുത്ത് നടക്കുന്ന രീതിയിൽ. എന്നാൽ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഏമാരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ് കണ്ടുപിടിച്ചത് അവര് തമ്മിലെ മത്സരം. അവർക്ക് 2 വീലേഴ്സ് ആണോ 3 വീലർ ആണോ 4 വീലർ ആണോ തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോകാം. കാരണം ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിയെന്നുള്ള രീതിയിൽ അവരുടെ വരും. അപ്പൊ ലാസ്റ്റ് വട്ടം ഇതുപോലെ ജസ്റ്റ് ബൈ മിസ്സായിരുന്നു ശരിക്കും പറഞ്ഞത്. അതായത് ഞങ്ങളുടെ വണ്ടിയിൽ തൊട്ട് അടുത്ത് വന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് പോയി. അപ്പൊ അത് നമുക്ക് പക്ഷെ കിട്ടിയില്ല. പക്ഷെ വേറൊരു വണ്ടിയെ തൊട്ട് മുന്നിൽ പോകുന്നത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പൊ ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതിനൊക്കെ കാണുന്നതാണ്, നേരിട്ട് കാണുന്നതാണ് അപകടം. അതൊക്കെ ഒരു അപകടം ഉണ്ടായിട്ട് നാളെ ന്യൂസിലും മീഡിയയിലും ആൾക്കത് ചർച്ചയാക്കാന്നല്ലാതെ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? കുറെ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? എന്താ ഹെൽമെറ്റ് ഇടാത്തതിന് പിടിച്ചിട്ട് എന്താ കാര്യം? ഫൈൻ അടപ്പിക്കും. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും എന്റെ അന്യനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഫൈൻ അടപ്പിക്കും. പക്ഷെ ഇങ്ങനത്തെ ഈ ചട്ടകൾ കാണിക്കണതിനൊന്നും യാതൊരു പോലീസുകാർക്കാണെങ്കിലും നമ്മുടെ ഗവൺമെന്റാണെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു അപകടം ഉണ്ടായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല തോന്നുന്നു. അവയർനെസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യേണ്ടതാണ്. ഇത് ബസ്സിനെ മാത്രം സംബന്ധിച്ചിട്ടല്ല കേട്ടോ, കാറുകളും എല്ലാം ഇങ്ങനെ തന്നെ ഓവർ സ്പീഡുള്ള കുറെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ പോട്ടെ, അവന് മരണപ്രളത്തിൽ അവൻ എടുത്തു പോയതെന്ന് എനിക്ക് മനസ്സിലായി. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഇവന് ഞങ്ങളെ ഒന്ന് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവന് ഒന്ന് ഒരു എന്താ പറയാ ഹോൺ അടിക്കുകയും ബ്രൈറ്റ് ലൈറ്റ് അടിക്കട്ടെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു സിഗ്നൽ അതിന്റെ കയറി പോയിക്കൂടെ? ഇത് ആലോചിച്ചൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർത്തമാനമൊന്നും വരുന്നില്ല ഇതൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ എന്താ പറയാ, മാക്സിമം എനിക്ക് പിന്നെ സ്പീഡ് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പതുക്കെയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ വെച്ചോണ്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാരിങ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവനുള്ള ആ സ്പോട്ടിൽ തന്നെയുള്ള മറുപടി ഞാൻ കൊടുത്തേനെ. കാരണം എന്താ വെച്ചാൽ ഞാൻ പോലീസിനെ എനിക്ക് അപ്പോൾ വിളിക്കണമെന്നുണ്ടായിരുന്നു. കാരണം പിന്നെ വിളിച്ചിട്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് സീൻ ക്രിയേറ്റ് ചെയ്യണമെന്നല്ല. പക്ഷെ ഇതൊക്കെ ഇന്ന് എനിക്ക് നാളെ വേറൊരാൾക്ക് പറ്റാവുന്ന കാര്യങ്ങളാണത്. ഞാനും അതുപോലെ കെയർലെസ് ആയിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ തന്നെ ഉണ്ടാവും പോകുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ല നമ്മള് ഉണ്ടായ അപകടം. അത് നമ്മൾ ആരെയും അതിൽ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്ന ആളുകളാണ്. അതായത് ഏതോ സിനിമയിൽ പറയുന്നില്ലയോ, എന്താ കയ്യിലിരിക്കുന്നത് വണ്ടിയാണ് അല്ലാതെ എന്തോന്ന് പറയുന്നത്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് എന്തോ ഒറ്റ പറയുന്നുണ്ട്. അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുക.
അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഓവർ സ്പീഡ് മാത്രമൊന്നല്ല, ഇപ്പൊ നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുകയാണ്, നിങ്ങളത് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നിർത്തുക, സിഗ്നൽ ഇട്ട് ഒരു സൈഡിൽ നിർത്തുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബസ്സായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഓൺ ഡ്രൈവ് ചെയ്ത് പോയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവൻ മാത്രമല്ല, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കൂടി അതൊരു എന്താ പറയുക ബുദ്ധിമുട്ടാണ് എപ്പോഴും. അത് ബുദ്ധിമുട്ട് മാത്രമല്ല, ജീവൻ തന്നെ, അത് നഷ്ടം ആർക്കും നികത്താനും പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ബസ് ഓടിക്കുന്ന ആൾക്കാരോടാണ്, ദയവ് ചെയ്തിട്ട് റോഡ് പണിതിട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും ഉണ്ടാവും അർജൻസി, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ അതൊരു കച്ചവടത്തിന് വേണ്ടി മാത്രമാവുമ്പോഴാണ് ഇങ്ങനെ ഒരു ഞാൻ പറയാലോ, ഒരു മാസം മുമ്പ് ഞാൻ KSRTC ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ ആ സ്റ്റിയറിംഗ് കൊണ്ട് കാണിക്കാത്തതൊന്നുമില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തോ ലൈറ്റ്സ് എന്തോ ഇല്ലയോ? നമ്മളൊക്കെ നോർമൽ ഒരു വണ്ടി എടുത്തിട്ട് ടെസ്റ്റിന് പോണ സമയത്ത് വണ്ടിക്ക് അതില്ല, ആ ലൈറ്റിന് കംപ്ലൈന്റ്, അല്ലെങ്കിൽ മീറ്റർ കൺസോളേറ്ററിന്റെ പ്രശ്നം, ഇതൊക്കെ പറയുമ്പോൾ വലിയ ഇഷ്യൂസ് ആവും. ആ വണ്ടി ഞാൻ നോക്കുമ്പോൾ അതിന് സ്പീഡോമീറ്റർ ഇല്ല, ലൈറ്റ് കത്തുന്നില്ല, നെയിം ബോർഡിന് ലൈറ്റ് കത്തുന്നില്ല, ഒരു ഇൻഡിക്കേറ്റേഴ്സില്ല, ഒന്നുമില്ല. KSRTC ആണ് കേട്ടോ. അപ്പൊ ആ വണ്ടിയുടെ നമ്പറും എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ഇത് എന്തുകൊണ്ട് ഗവൺമെന്റിന്റെ ആയതുകൊണ്ടായിരിക്കാം മേ ബി, അല്ലെ? അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ അവരാണ് എന്ത് ചെയ്യുന്നത്, റൂൾ ചെയ്യുന്നത്. സോ അവർക്ക് എന്തോ ആകാം എന്നുള്ളതാണ്. എനിവേ, അപ്പൊ ഞങ്ങള് ഈ വീഡിയോ അധികം വലിച്ചെന്ന് കിട്ടുന്നില്ല, പറയാനുള്ള അത്രേ ഉള്ളൂ. അതായത് എന്തായാലും ഇതൊരു എന്താ പറയാ ഇതൊന്നല്ല, ഉപദേശ അഡ്വൈസ് ഒന്നല്ല. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് മാറാനും നമ്മളിത് പറയുന്ന എല്ലാ ബസ് ഓടിക്കുന്ന ആളുകളെയും വെച്ചുകൊണ്ട് എന്താ പറയുന്നത്, പക്ഷെ ഇതുപോലെ തന്തയിലായ്മത്തിനും കാണിക്കുന്ന കഴിവുകളെയാണ് ഞാൻ കെയർഫുൾ ആയിട്ട് ഓടിക്കുന്നവരുണ്ട്, അതും വേണമല്ലോ നമ്മൾ പറയാൻ. ശ്രദ്ധിക്കുക, എപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വയം ശ്രദ്ധിക്കുക. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ഞാൻ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആള് ചിലപ്പോൾ ഭയങ്കര ടയർഡായിരിക്കാം, അല്ലെങ്കിൽ ഓവർ സ്പീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് വണ്ടി വെട്ടിച്ച് മാറ്റിയതായിരിക്കാം, അതൊന്നും അല്ലെങ്കിൽ ഡ്രൈവ് ആയിരിക്കാം, അല്ല വെള്ളമടിച്ച് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക, പരമാവധി എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽസ് പാസ് ചെയ്യുക. പിന്നെ മിറേഴ്സിൽ എപ്പോഴും ഒരു കണ്ണ് വെക്കണം. കാരണം അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ തട്ടിയിട്ട് പോയേനെ. അപ്പോൾ അങ്ങനെ അപ്പൊ ഇങ്ങനൊരു ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഷെയർ ചെയ്തതാണ്. അതെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിച്ചിരിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, അല്ലേ? തിരിച്ചു കിട്ടില്ല പിന്നീട്, പോയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയണം തോന്നി, ആദ്യം വിചാരിച്ചു പറയില്ല എന്നുള്ളത്. പക്ഷെ ഇതിപ്പോ നമ്മൾ രണ്ടുപേരിരുന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും എവിടെയും എത്താൻ പോകുന്നില്ല നമുക്കറിയാം. പക്ഷെ എത്തുന്നവരിൽ എത്തട്ടെ, എന്താ പറയാ, മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കട്ടെ എന്ന് പറയില്ലേ. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു നമ്മള് നായക്കുട്ടിയെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ്, കുറെ ഷെയർ അത് നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇതൊന്നും നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യമല്ല, അതൊരു അതേ എക്സ്പീരിയൻസ് നമുക്ക് പിന്നീട് രണ്ടാമത് ഉണ്ടായിട്ടോ. അത് പക്ഷെ നായക്കുട്ടിക്ക് ആക്സിഡന്റ് സംഭവങ്ങളൊന്നും ആയിരുന്നില്ല, അവർക്കൊരു ഫ്ലൂ പോലെ എന്തോ ഉണ്ടായ സമയത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോഴും നമ്മൾ റെസ്ക്യൂ ടീമിനെ കുറെ എന്ത് ചെയ്തു, കോണ്ടാക്ട് ചെയ്തു, പറഞ്ഞില്ല. അല്ല, ഈ റെസ്ക്യൂ ടീമിന് ഉപരി എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നിങ്ങൾക്കൊന്നും ഇതിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ എന്തിനാ വളർത്തുമെന്ന് ഞാൻ ചോദിക്കുന്നു. മനസ്സിലായോ? അസുഖം വരുന്നത് കാണുമ്പോൾ കള്ളെടുത്ത് ചോറ് കൊടുക്കുന്നു നായ്ക്കുട്ടികൾക്ക്, എനിക്ക് സമ്മതിച്ചു. എന്തുകൊണ്ട് അതിന് വയ്യാതാവുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല? കാരണം അവരാരും കംപ്ലൈന്റ് പറയില്ല, മനുഷ്യന്മാരെ പോലെ. അതവർക്ക് നന്നായിട്ട് അറിയാം, ആരും ചോദിക്കാനും വരില്ല. അപ്പോൾ എന്തായാലും ടോപ്പിക്ക് നമ്മൾ വലിച്ചു നീട്ടില്ല, ഇത്രേ ഉള്ളൂ. ശ്രദ്ധിക്കുക. പിന്നെ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ, അതായത് ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒക്കെയും വലിയ വലിയ താങ്ക്സ്. പിന്നെ അതുപോലെ കുറെ റിക്വസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അതില് ഒന്ന് ഇവിടെ നോസ് പിയേഴ്സിംഗ് ആയിരുന്നു പണ്ട്, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല, കാരണം അത് പെട്ടെന്നായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ അത് ചെയ്യാൻ ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ താമസം, അങ്ങനത്തെ എല്ലാം കുറെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. നമ്മൾ വഴിയെ എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടവരെ ബൈ.